അവര് മോഷ്ടിച്ചുകൊണ്ടുപോയി. സൂക്ഷിക്കണമെന്ന് ഞാൻ അന്നേ പറഞ്ഞല്ലേ. എനിക്കിനി ഒന്നും കേൾക്കണ്ട. എന്റെ വാടക തന്നിട്ട് വേഗം സ്ഥലം വിട്. സുഹൃത്തെ, എന്റെ കയ്യിൽ ഒരു നാണയം പോലും ഇല്ല. വാടകയ്ക്ക് പകരമായിട്ട് നിന്റെ വസ്ത്രം മതി. പോടാ, എഴുന്നേറ്റ് പോടാ. സുഹൃത്തെ, ഇതാണ് എനിക്ക് വേണ്ടത്. സഹായിക്കണം. എനിക്കിത് മാത്രം മതി. എടുത്തോ, മുഴുവൻ എന്നെ എടുത്തോ. ഇറക്കി വിടരുത്. എനിക്ക് പോകാൻ വേറെ സ്ഥലമില്ല. എന്നെ സഹായിക്കണം സുഹൃത്തെ. ദയവീ തന്നെ സഹായിക്കണം സുഹൃത്തെ. സുഹൃത്തെ, പോകല്ലേ. സുഹൃത്തെ, സുഹൃത്തെ, എന്നെ ഇങ്ങനെ ഉപേക്ഷിക്കരുത് സുഹൃത്തെ. സുഹൃത്തെ, ഇതാണ് ഞാൻ പ്രതീക്ഷിച്ചത്. എനിക്കിവിടെ ആരും അറിയില്ല. യാചിക്ക്, നന്നായിട്ട് യാചിക്ക്. ഞാൻ ഇതാണ് പ്രതീക്ഷിച്ചത്. ചെയ്തെന്നെ സഹായിക്കണം. യാചിക്ക്, എനിക്ക് സന്തോഷായി. നല്ല രസമുണ്ട്. എനിക്ക് സന്തോഷായി. ഇളയവനെ യാചിക്കണോ? നന്നായിട്ട് യാചിക്ക്. ചേച്ചി, ഈ പരിസരത്തൊന്നും കണ്ടുപോരുത്. എന്നെ ഒന്ന് സഹായിക്കണമോ? പോകാനാ പറഞ്ഞത്. സഹോദരി, ദയവ് ചെയ്ത് എന്നെ ഒന്ന് സഹായിക്കണം. പോടോ. കൈക്ക് കാലിന് കുഴപ്പമൊന്നുമില്ലല്ലോ. നല്ല ജോലിയും ചെയ്ത് ജീവിക്കും. ഇങ്ങോട്ട് വന്നു പോരുത്. ഇളയവനെ നല്ല രസം. അങ്ങനെ തന്നെ. ചാക്കരയ്ക്ക് വിശക്കുന്നു. ഓ, വിശക്കൊന്നുമില്ലേ? എഴുന്നേക്ക്. നിനക്ക് ഇനിയും ഉണ്ടടാ. വാ വാ വാ. ഇനിയും ഉണ്ടടാ ഇളയവനെ. നിനക്ക് വിശക്കുന്നില്ലേ? കഴിക്കണ്ടേ? ചോദിക്ക്. അങ്ങുന്നേ, ഭക്ഷണം കഴിച്ചിട്ട് 2 ദിവസമായി. വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല അങ്ങുന്നേ. തല കറങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. കഴിക്കാൻ എനിക്ക് അല്പം റൊട്ടി തരുമോ? ഞാൻ അങ്ങയുടെ കാല് പിടിക്കാം. അയ്യോ പാവം,
ദാ പിടിച്ചോ. ആ കൊടുക്കല്ലടാ, വേണ്ടോ? പോ. ഇത് ഞങ്ങൾക്ക് തന്നെ തികയില്ല. ഞങ്ങള് പട്ടിണി കിടക്കണോ? എനിക്ക് അത്രയ്ക്ക് നല്ല മനസ്സൊന്നുമില്ല. താൻ പോയിക്കോ. കണ്ടിട്ട് നല്ല തണ്ടും തടിയും ഉണ്ടല്ലോ. കൈക്കും കാലിനും കുഴപ്പമൊന്നുമില്ലല്ലോ. വല്ല ജോലിയും ചെയ്ത് ജീവിക്കാൻ നോക്ക്. ചെല്ലേ, പോ. ഇവിടെ നിൽക്കല്ലേ, വേ പോ. ഭലേ ഭലേ, നന്നായിട്ടുണ്ട്. ഇരിക്കും. കളവാ, നിന്റെ പുതപ്പ് എടുക്കുന്നടാ, നോക്ക്. ആരാടാ നീ? എഴുതി പൊക്കോ. ഓ, മോഷ്ടിക്കാൻ വന്നതാണല്ലേ. ആരെ? തണുക്കുന്നു മുത്തശ്ശ. പൊക്കോ നീ. ഇവിടെ നിൽക്കല്ലേ, ഓട്. വന്നിരിക്കാണ് കള്ളൻ മോഷ്ടിക്കാൻ. തണുക്കുന്നു മുത്തശ്ശ. കളവാ, കടന്നോ. ഇളവനെ എങ്ങനെയുണ്ട്? ശരിക്കും തണുക്കുന്നുണ്ടല്ലേ? അങ്ങനെ തന്നെ വേണം. എന്നോട് ക്ഷമിക്കണോ അച്ഛ? സ്വബോധത്തോടുകൂടി തന്നെയാണോ നീ സംസാരിക്കുന്നത്? അതെ, അങ്ങനെ തന്നെ. അച്ഛൻ എനിക്കും ചേട്ടനും വാക്ക് തന്നതാ, ഈ സമ്പത്ത് മുഴുവനും ഞങ്ങൾക്ക് സമമായി വീതിച്ചു തരാമെന്ന്. അതെ, പറഞ്ഞിരുന്നു. പക്ഷെ അത് നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയാ. എന്റെ ഭാഗം എനിക്ക് വേണം. എനിക്ക് ഇപ്പൊ തന്നെ പട്ടണത്തിലേക്ക് പോയേ പറ്റൂ. എന്നോട് ക്ഷമിക്കണോ അച്ഛ? അമ്മേ, അച്ഛ, വിശക്കുന്നു. എന്റെ വയറൊക്കെ വേദനിക്കുന്നു. ഭക്ഷണം വേണം. വെള്ളം. എടാ, നിനക്ക് സുഖമാണോ? പരമസുഖം. കണ്ടിട്ട് കുറെ നാളായല്ലോ. അത് ശരി. എന്റെ ജീവിതം പരമസുഖമാണ്. എനിക്കും സന്തോഷത്തിന് ഒരു കുറവുമില്ല. സുഹൃത്തെ, നിനക്കും സന്തോഷം തന്നെയല്ലേ? പിന്നല്ലാതെ. എടാ, അവൻ വരുന്നുണ്ട്. ഇത് അവൻ തന്നെയാണ് കേട്ടോ. സുഹൃത്തെ, എടാ മാറിക്കോ. എടാ, അവൻ വരുന്നുണ്ട്. സുഹൃത്തുക്കളെ, എന്നെ ഓർമ്മയുണ്ടോ? സുഹൃത്തെ, നിങ്ങൾക്ക് സുഖമാണോ? എടാ, ഞങ്ങൾ നിന്റെ സുഹൃത്തുക്കളാണെന്നോ? ഞങ്ങളുടെ സുഹൃത്താണെന്ന് പറയാൻ എന്ത് യോഗ്യതയുള്ളത്? നിങ്ങൾക്ക് എന്തു പറ്റി സുഹൃത്തുക്കളെ? ഞാൻ നിങ്ങളെ എന്തുമാത്രം സഹായിച്ചു. പക്ഷെ നിങ്ങൾ എന്റെ ധനം മോഷ്ടിച്ച് എനിക്ക് എത്ര വലിയ ദ്രോഹമാണ് ചെയ്തത്. അതൊക്കെ ഞാൻ എന്നേ മറന്നു കഴിഞ്ഞിരിക്കുന്നു സുഹൃത്തെ. ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സഹായം അഭ്യർത്ഥിക്കുകയാണ്. എന്റെ ധനത്തിന് ഒരല്പം തരുവാണെങ്കിൽ ആദ്യം എന്റെ വിശപ്പടക്കിയിട്ട് എന്തെങ്കിലും കച്ചവടം ചെയ്ത് ജീവിച്ചോളാം സുഹൃത്തെ. എന്താ പറഞ്ഞേ? ഇതിനു മുമ്പ് നിന്റെ മോന്ത പോലും ഞങ്ങൾ കണ്ടിട്ടില്ല. മാത്രമല്ല നിന്റെ കോലവും ഞങ്ങളുടെ വേഷവും കണ്ടില്ലേ? ഞങ്ങളുടെ നാട്ടിലെ ഞങ്ങള് വലിയ ധനികന്മാരാ. ആ ഞങ്ങളെയാണോ നീ കള്ളാന്ന് വിളിക്കുന്നത്? എന്തൊരു അഭിനയാണെന്ന് നോക്കിയേ. ഇങ്ങനെ അഭിനയിച്ച് ജനങ്ങളെ സംസാരിച്ച് മയക്കി അവരുടെ കൈകളെല്ലാം മോഷ്ടിക്കാൻ വന്നിരിക്കുക. ഇവന്റെ അടുത്തേക്ക് എന്തിനാ നമ്മൾ സംസാരിക്കുന്നേ? വാടാ പോവാം. അതെ, കയ്യിന്ന് വിടാ. സുഹൃത്തുക്കളെ, 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 ചേട്ടാ, ദയവ് ചെയ്ത് എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരുമോ? ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് 4 ദിവസങ്ങളായി. ഭിക്ഷയായിരിക്കാൻ നടക്കുന്ന നീയൊക്കെ എന്ത് ജോലിയാടാ ചെയ്യാ? അയ്യോ, എന്നെ സംശയിക്കരുത്. എന്ത് ജോലി തന്നാലും ഞാൻ ചെയ്യാൻ തയ്യാറാണ് ചേട്ടാ. അതെയോ? എങ്കിൽ പന്നികളെ മേയ്ക്കുന്ന ജോലിയുണ്ട്, ചെയ്യാമോ? ചെയ്യാം ചേട്ടാ, ചെയ്യാം. ഞാൻ തീർച്ചയായിട്ടും ചെയ്യാം ചേട്ടാ. ഞാൻ തീർച്ചയായിട്ടും പറയാം. ചെയ്യോ? ചെയ്തോളാം ചേട്ടാ. ഓ, നിനക്ക് മുമ്പ് ഞാൻ അവിടെ ഉണ്ടാവും. വാ വാ, ഈ ജോലി കിട്ടില്ല. നീ വിചാരിച്ചത് നടക്കില്ല.
ഇവിടെ പന്നികളെ മേയ്ക്കുന്ന ജോലി ഉണ്ടെന്ന് ഓ പറഞ്ഞു നീയായിരുന്നു അത്. ചേട്ടാ. പന്നികൾ അവിടെ ഉണ്ട്, തീറ്റ ഇവിടെയും. അതെല്ലാം എടുത്തോണ്ട് പോയി പന്നികൾക്ക് കൊടുക്ക്, വേഗാവട്ടെ. ചേട്ടാ എനിക്ക് വല്ലാതെ വിശക്കുന്നു. കഴിക്കാൻ എനിക്ക് എന്തെങ്കിലും തരുമോ? അതിനുശേഷം ഞാൻ ജോലി മുഴുവനും ചെയ്തോളാം. പെട്ടെന്ന് എല്ലാ ജോലിയും ഞാൻ തീർത്തു തരാം. നിനക്ക് പിന്നെ ഭക്ഷണം തരാം. ആദ്യം ആ പന്നികൾക്ക് തീറ്റ കൊടുക്ക്, അതിനുശേഷം നിനക്ക് തീറ്റ തരാം. ചെല്ലേ ഓടാ. എങ്ങനെയുണ്ട്? വാ വാ വാ. വിശക്കുന്നുണ്ടോ? വിശക്കട്ടെ, നന്നായി വിശക്കട്ടെ. പന്നികളുടെ കൂടെ ചേർന്ന് നീ കഴിക്കേ. വിശക്കുന്നുണ്ടല്ലേ? For more updates, like, comment, subscribe to our channel.